നമ്മുടെ ബാലേട്ടൻ മൂവിയിലെ ലാലേട്ടൻ ക്യാരക്ടറാണ് ഡോവിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊരു നിർവചനം നമുക്ക് ആവശ്യമില്ല. അല്ല, ഈ ഡോവ് എന്ന് പറഞ്ഞ ഉണ്ടല്ലോ, ഈ ഒരു പേഴ്സണാലിറ്റി ഡോപ്പ് പേഴ്സണാലിറ്റി ഡോവ്. ഈ പേഴ്സണാലിറ്റി ബിസിനസ് മാൻമാർക്കോ സെയിൽസ്മാൻമാർക്കോ ആർക്കും അത്ര ഒരു ഗുണമുള്ള ഒരു പേഴ്സണാലിറ്റി ആണോ? ഹനീഫിക്ക, അത് ഒരു പേഴ്സണാലിറ്റി എന്നതിനേക്കാൾ ഉപരി ഈ 4 പേഴ്സണാലിറ്റിന്റെ ആകെത്തുകയാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റക്കുറച്ചിലാണ് ഡോമിനൻസ് എത്രത്തോളം വേണം, എത്ര കുറയണം എന്നുള്ളതാണ്. നമ്മൾ ഓണേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് അംശങ്ങളൊക്കെ എല്ലാം വേണം, അല്ലേ? എല്ലാം നമുക്ക് കുറച്ച് അംശമെങ്കിലും വേണം. ഇല്ലാതെ എങ്ങനെയാലും ഈ 4 എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പൊതുവെ നമ്മുടെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ഈ ഒരു ബാലേട്ടൻ സ്വഭാവമാണ് നല്ലത് എന്ന് ആഗ്രഹിക്കുന്നവരാ. പരസ്പരം അങ്ങോട്ട് സഹായിക്കുക, കുഴിയിൽ വീണാലും സഹോദരന്റെ കാര്യം മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ, അതിന് ഉള്ളിൽ കടന്നും ചിന്തിക്കാതെ ഇരിക്കും. ഇത്തരം ആളുകൾ ഒരു സ്പെഷ്യൽ ടൈമിലൊക്കെ, അല്ലാത്ത സമയത്ത് ഇവർക്ക് ഇതിനേക്കാൾ ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റുമായിരുന്ന അവസരമാണ് ഇല്ലാതാക്കുന്നത്. അതെ ഹനീഫിക്ക, അവിടെയാണ് പല ബിസിനസ് ഓണേഴ്സും പലപ്പോഴും കടക്കണിയിൽ പെട്ടുപോകാനുള്ള ഒരു കാരണം ഇവരുടെ ഈ ബാലേട്ടൻ ക്യാരക്ടറാണ്. അവിടെ അത് തിരിച്ചു കിട്ടുകയോ ഇല്ലയോ എന്നൊന്നും അറിയാതെ നമ്മുടെ സ്വന്തം പണം എടുത്തു കൊടുക്കുന്ന പോലെ നമ്മളുടെ ബിസിനസ്സിലെ പണം അല്ലെങ്കിൽ സാധനങ്ങൾ, അസറ്റ്സ് നമ്മൾ മറ്റുള്ളവർക്ക് അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ എടുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. എല്ലാത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. നമ്മൾ ചില ആളുകളൊക്കെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിലും ഇവൻ എന്നെ രക്ഷപ്പെടുത്തുന്ന വിചാരിക്കാം, ബിസിനസ് അങ്ങ് രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഫുള്ള് കാര്യം കേൾപ്പിക്കും. അതെ, ഇവിടെ എനിക്കൊന്നും പറയാനുള്ളത്, നമ്മുടെ ടീമിനോട് പറയാനുള്ളത്, നമുക്ക് ഒരാളെടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ഏൽപ്പിക്കരുത്. എത്ര അവൻ എന്ത് പറഞ്ഞാലും നമുക്ക് അവനെ കാര്യം ഏൽപ്പിക്കാം, പക്ഷെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമ്മൾ കൈ. അവൻ ചെയ്ത എന്തിന്റെയും റെസ്പോൺസിബിലിറ്റി എന്റെ കയ്യിലാണെങ്കിൽ അവൻ എന്ത് അപകടം ചെയ്യുമ്പോൾ നമ്മൾ നോക്കും. ഇത് ഫുള്ളായിട്ട് അങ്ങ് കൊടുക്കും, റെസ്പോൺസിബിലിറ്റി അങ്ങ് കൊടുക്കേണ്ട സമയത്ത് തന്നെ. അതോടുകൂടി അവൻ തന്നെയാണ് തീരുമാനിക്കുകയല്ല. അവിടെ കൊടുക്കുമ്പോഴാണ് ഇത് ഈ ഡൗട്ട് മൈൻഡ് സെറ്റുള്ള ആളുകളാണ് മുഴുവൻ എംപ്ലോയിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. ആ റിവ്യൂ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയമാവുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ അങ്ങ് കൊണ്ടുപോയി അങ്ങ് വീഴ്ത്തും. അതെ, അപ്പൊ അത് വീഴാതിരിക്കാൻ വേണ്ടി റെസ്പോൺസിബിലിറ്റി എന്ന സാധനം ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുകയോ ചെയ്യരുത്. അത് ഒരു ബിസിനസ്സിൽ എന്ത് സംഭവിച്ചാലും അത് അവൻ ചെയ്തു എന്ന് ഒരു ബിസിനസ്മാന് പറയാൻ പറ്റില്ല. അവൻ്റെതാണ്. അവരാര് എന്ത് കൂടെ ഉള്ള ആൾ ചെയ്തു, മറ്റവൻ അങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു എന്ന് അവർ സാധാരണ പറയാറ് അല്ല. അവിടെ ഒറിജിനലി തീരുമാനം എടുത്തവൻ അവന് തന്നെയാണ്. തീർച്ചയായും അതിന്റെ റെസ്പോൺസിബിലിറ്റി അവനാണ്. അല്ല, അത് എടുക്കാതെ വേറെ മാർഗമൊന്നുമില്ല. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞ മാർഗമുണ്ടോന്നില്ല. ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് വരുമ്പോഴും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, അത് മറ്റവനാണ്. അതോടുകൂടി നമ്മളങ്ങ് ഇരിക്കുകയാണ്. ഒരു ജസ്റ്റിഫിക്കേഷനും പറ്റില്ല. അതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇനി അത് വരാതിരിക്കാൻ നോക്കും. അല്ലെങ്കിൽ അത് അവനാ, ഇനി അടുത്തോ വന്നാലും തന്നെ ചെയ്യും. ഇതായിരിക്കും ഒരു ബിസിനസ്സിൽ ഉണ്ടാവുക. അപ്പൊ ഡോഗ് ബേർഡ് ടെസ്റ്റ് ഇത് ബൈപ്പാസ് ചെയ്യുന്ന ചില ബിരുദന്മാരുണ്ട്. അവർക്ക് അതിന്റെ മുകളിൽ കഠിനമായിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പലതും ഉണ്ട്. അത് കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള, കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പരമാവധി പിന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് ഈ ആക്യുറസി ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിൽ ഒരു 70 എന്നുള്ളത് ഒരു 90% കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുക്കുക. ഇവിടെയൊക്കെയാണ് നമ്മൾ ട്രെയിൻഡ് ആവണം എന്ന് പറയുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ അവർ പറയുന്നത് അതുപോലെ എടുക്കുക എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ എല്ലാം പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞിട്ടുള്ളതിന്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ട്രെയിൻഡ് ആവണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പം നമുക്കും ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇങ്ങനെ ഡെവലപ്ഡ് ആവുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവർക്കും നമ്മളോട് ഇവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള റീസൺ കൊണ്ട് അവർ നമ്മളുടെ കൂടെ സ്റ്റിക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഡോപ്പ് ടെസ്റ്റിലേക്ക് വന്നത്. ഇന്റർവ്യൂവിൽ ചോദിക്കേണ്ട, നമ്മുടെ മുമ്പിൽ വരുന്ന കാൻഡിഡേറ്റിനോട് അവനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ, അങ്ങനത്തെ എത്തിക്സുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞു വന്നത്. ഞാനൊരു കഥ പറയാം. ഒരു ഇന്റർവ്യൂവിന്റെ കഥയാണ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നന്നായിട്ട് പഠിച്ചു പാസ്സായി. അപ്പൊ നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ മറ്റൊരു രാജ്യത്ത് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഇന്റർവ്യൂസ്
കുട്ടി അറ്റൻഡ് ചെയ്തു, പലയിടത്തും റിജക്റ്റഡ് ആയി, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. പക്ഷേ ഒരു കമ്പനി ഈ കുട്ടിയുടെ റിയൽ വാല്യൂ തിരിച്ചറിഞ്ഞു. ഫൈനൽ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിൽ ചെന്നു. ആ കുട്ടിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവർ വീണ്ടും ആ കുട്ടിയെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ കുട്ടി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ ഇത്ര ക്വാളിഫൈഡ് ആണ്, ഞാൻ ഇതെല്ലാം ത്രൂ ആയി, ഞാൻ ഇതെല്ലാം പഠിച്ച് എനിക്ക് ഇപ്പോഴും ഒരു ജോലിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എന്തൊക്കെ ഫ്രസ്ട്രേഷൻ തന്നെയാണെങ്കിലും വളരെ ലാളിത്യത്തോടു കൂടി ആ കുട്ടി ചോദിച്ചു, മേ ഐ നോ ദ റീസൺ, എന്നെ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്? അവർ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ പഠിക്കുന്ന കാലത്ത്, നിങ്ങളുടെ കോളേജ് കാലഘട്ടത്ത് നിങ്ങൾ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് 3 പ്രാവശ്യം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഹൗ ദ ഹെൽ, അതെങ്ങനെയാണ് നമ്മളുടെ ഈ വർക്കിൽ, എൻ്റെ ഈ ജോബ് കിട്ടുന്നതിന് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? അതെൻ്റെ പഠനകാലമായിരുന്നില്ലേ? അപ്പം ഇയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏതൊരു സിസ്റ്റത്തിലും, ഏതൊരു രാജ്യത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിലും എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് കാണും. ഈ ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാൾ വീണ്ടും അത് തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എത്തിക്സ്, ഞങ്ങളുടെ ഡിഫൈൻ ചെയ്യപ്പെട്ട വാക്കുകളിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ലൂപ്പ് ഹോൾസ് കണ്ടെത്തി ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ചെയ്യുമായിരിക്കും. അത് ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കണം എത്രത്തോളം കെയർഫുള്ളായിട്ടാണ് ഒരു ഫാമിലിയിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടിരുന്ന പോലെയാണ് നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മളവിടെ എടുക്കുന്നത്. അവർ നാളെ ഒരു ദിവസം ഈ കോർ പില്ലർ ആവേണ്ടതാണ് നമ്മുടെ ബിസിനസ്സിൽ. പക്ഷെ ആ പില്ലർ ആയിട്ടുള്ള ആളുകളെ എല്ലാം ശരിക്ക് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതെ, അവരെ പഠിക്കുക, നമ്മുടെ പഠിക്കുക. അതിനും നമുക്ക് നൈസ് അനാലിസിസ് നടത്താൻ പറ്റും. നമ്മൾ സാർ പഠിപ്പിച്ചിട്ടുണ്ട് നൈസ് അനാലിസിസ്. അവരുടെ നീഡ്സ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, കൺസേൺസ് എന്താണ്, എക്സ്പെക്ടേഷൻസ് എന്താണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഡിമാൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ മനസ്സിലാക്കി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾക്കും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ എടുക്കരുത്. അത് അവർ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ മിസ്മാച്ച് ഓഫ് ദ റിക്വയർമെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമുക്ക് ഒരാളെ എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റുക എന്നുള്ളതല്ല, നമ്മൾക്ക് യോജിച്ചുകൊണ്ട് ഒരാൾ നമ്മളുടെ ടീമിനെ, നമ്മുടെ കറന്റ് ടീമിനായിട്ട് ജെല്ല് ചെയ്ത് പോകുന്ന ആളുകളാണോ എന്നുള്ളതെല്ലാം അവിടെ നമ്മൾ പരിശോധിക്കും. ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. എന്നാലേ നമുക്കൊരു 50% ഇത് പ്രഡിക്റ്റബിൾ ആയിട്ട് കിട്ടും. ഇതില്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വേണം. ഇതുണ്ടാക്കിയാൽ മതി ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. അതെ. പക്ഷെ നമുക്ക് അത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് സമയമില്ല. അതെ, അവിടെയാണ് നമ്മൾ പറയും പ്രശ്നം തീർന്നിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കാൻ എന്ന് പറയുന്നത്. അല്ല, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം നമ്മളെ ഈ ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക്, ഈ ടീമിലേക്ക് ആരൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? ഇപ്പൊ എന്താണെന്നറിയാം, ഞാൻ ഒന്നും കൂടെ പറയാം. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള പല ബിസിനസ്മാരും ചിന്തിക്കുന്നത് എന്താ അറിയാം, അവർ ഈ മാർക്കറ്റിൽ ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ജോബില് ഒരുപാട് പേരുണ്ട്. 100 പേര് വന്നാൽ ഒരു ആളെ പോലും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. ആളുകൾ പറയുന്നു ജോലിയില്ലാത്ത ആളുകളാണ് എല്ലായിടത്തും. പക്ഷെ ബിസിനസ്മാരാണെന്ന് ചോദിച്ചു നോക്ക്, അവർക്ക് ആളുകളെ വേണം. എനിക്കിപ്പോ ഒരു 20 പേരെടുക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ എനിക്ക് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഡിഫൈൻ ചെയ്ത ആളില്ല. ഇപ്പൊ ഈ ദുബായിൽ ആളില്ലാണ്ടാണ്. അപ്പൊ 3 മാസം 6 പ്രാവശ്യമൊക്കെ വിസിറ്റ് പുതുക്കിയ ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ആളില്ലാത്ത കേടല്ല, ആളുണ്ട്. പക്ഷെ എന്താണ് ആ പൊസിഷന്റെ ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും? നമ്മൾ ഒരു ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഓണർ വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓണർ എവിടെ മറ്റൊരു ഷോപ്പിലാണ്. ഈ ഷോപ്പിലെ സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ഏറ്റെടുക്കണമെന്ന് ചോദിക്കുന്ന സെയിൽസ്മാനാ. അപ്പൊ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളെ കൊണ്ടിരിക്കുന്ന ബിസിനസ്മാൻമാരോടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതും കൂടെ നമ്മൾ ആലോചിച്ചിട്ട് വേണം. ഇവിടെയാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കൂടെ സത്യത്തിൽ ഈ ബിസിനസ് എത്തിക്സും നമ്മൾ അവരെ പഠിപ്പിച്ചെടുത്തേ മതിയാവുള്ളൂ. അത് പഠിപ്പിക്കുന്നിടത്ത് ഈ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. എത്തിക്സ് ഇല്ലാതെ വളരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ പുറത്തോട്ട് വിടുമ്പോൾ അവർ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യും, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് റിയലൈസ് ചെയ്യുന്ന മൊമെന്റിൽ അവർ കമ്മിറ്റഡ് ആവുകയും ചെയ്യും. നോണ തിരിച്ചറിയുന്ന മെഷീൻ. ഇത് തിരിച്ചറിയുന്ന ഈ മെഷീന്റെ പേര് ഇംഗ്ലീഷിൽ എന്തോ പറയും, എനിക്കറിയില്ല. ഏതായാലും ആ മെഷീന് വല്ല അത്ഭുത ശക്തിയുണ്ട്. നോണയാണെന്ന്, അത് സത്യമാണെന്ന് തിരിച്ചറിയാൻ ഇല്ല, ഒരു അത്ഭുത ശക്തി ഒന്നുമില്ല. അത് സയന്റിഫിക് ആണ്. അതെ. പക്ഷെ എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയുന്നത്? ഞാനൊരു നുണ പറയുന്ന സമയത്ത് എന്റെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളിൽ മാറ്റം വരും, റെസ്പോൺസ് മാറുന്നു. എന്റെ രക്തം ഓടുന്നതിലും എന്റെ എനർജിയിലും എന്റെ എല്ലാറ്റിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്തിക്സിനെതിരായിട്ട് എന്ത് ചെയ്താലും നമ്മളെ ശരീരം പ്രതികരിക്കും. അതെ. അപ്പൊ ഈ ഇത്തരത്തിൽ എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്താൽ നമുക്കാ ഗുണം, അതെ, മറ്റുള്ളവനല്ല. അപ്പൊ ഇതുപോലെ ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ ജീവിതകാലം മുഴുവൻ അവരെന്ത് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് താഴേക്ക് ഇറങ്ങിയാൽ, ഫസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റും ചെയ്യാതെ ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടാക്കുന്നതിൽ അവനത് ബാധിക്കും. അതെ, അവന്റെ ഉള്ളിൽ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവന് വേണ്ടിയിട്ടാണ് എത്തിക്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നിലപാടുകളാണ് ഹനീഫിക്ക അതെല്ലാം. അതെ, അതൊരു കാറ്റിനനുസരിച്ച് അങ്ങനെ പോകേണ്ട ഒരു സംഭവമല്ല.
അത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതാണ്. കാറ്റ് എങ്ങനെ വീശി കഴിഞ്ഞാലും നമ്മൾ അതിൽ കുറച്ച് നിൽക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ഫലം കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ അതിലോട്ട് എത്തുവാനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് നടത്തുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് സാഹചര്യങ്ങളാണെങ്കിലും രണ്ട് തരത്തിലാണ് അവസ്ഥ. ഒന്ന് നമ്മൾ കറക്റ്റ് വെയിലെല്ലാം ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ, നമ്മളുടെ കയ്യിലുള്ള അവസ്ഥ. രണ്ടാമത്തത് നമ്മുടെ കയ്യിലല്ലാത്ത അവസ്ഥ. ഈ കയ്യിലല്ലാത്ത അവസ്ഥയും, അതായത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത അവസ്ഥയാണ് ഈ കയ്യിലല്ലാത്ത അവസ്ഥ. നമ്മുടെ കൺട്രോളിലായിട്ടുള്ള അവസ്ഥയുണ്ട്, കൺട്രോളിലല്ലാത്ത അവസ്ഥയാണ്. ഈ കൺട്രോൾഡ് അല്ലാത്ത അവസ്ഥയിൽ തന്നെ വീണ്ടും നമുക്ക് ഒഴിഞ്ഞു മാറാവുന്ന അവസ്ഥയുണ്ട്, ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഇത് വിശകലനം ചെയ്താലേ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മളുടെ നേർക്ക് ഒരു വാഹനം, നമ്മൾ വഴിയോരത്തുകൂടെ പോവാണ്, ഒരു വാഹനം പെട്ടെന്ന് ചീറിപ്പാഞ്ഞ് നിയന്ത്രണം തെറ്റി വരികയാണ്. അത് നമ്മുടെ കൺട്രോളിലുള്ളതാണോ? അല്ല. അവിടെ തന്നെ രണ്ടവസ്ഥയാണ്. എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും, അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീർന്നു. അവന്റെ അടുത്തല്ലേ തെറ്റുന്നത്, അവന്റെ അടുത്തല്ലേ തെറ്റ് എന്ന് പറഞ്ഞത് നിന്ന് കഴിഞ്ഞാൽ തീർന്നു. അവിടെയൊക്കെ നമ്മൾ കുറച്ച് ലോജിക്ക് യൂസ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ വഴുതി മാറാൻ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരമാവധി നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്ന് മാറ്റി നിർത്തി നമ്മളുടെ ഫോക്കസ് എന്താണോ ആ ഫോക്കസിലോട്ട് എല്ലാ തരത്തിലും എനർജി മുന്നോട്ട് പോകും. അതെ, നമ്മളെ ഈ എന്താണ് ഹാങ്ങിങ് ഗാർഡൻ അല്ലേ, ഹാങ്ങിങ് ഗാർഡന്റെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. വലിയൊരു ഇത് ആസ്വദിച്ചുകൊണ്ട് പോകുന്നു. ഇതിന്റെ ഒരു വലിയൊരു മലയാണ് കേട്ടോ. ഒരു